സംസ്ഥാനത്ത് പുലിയും കരടിയും കാട്ടാനക്കൂട്ടവും ജനവാസ മേഖലകളിൽ ഇറങ്ങിയ ദിവസമാണെന്ന് പാലക്കാട് തെങ്കരയിലും തൃശൂർ അതിരപ്പള്ളിയിലും വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ഇടുക്കി കുമളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി വീട്ടുമുറ്റം വരെ എത്തിയതിന്റെ ഭീതിയിലാണ് നാട്ടുകാർ. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി വന്യമൃഗശല്യം പരിഹരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വയനാട്ടിലടക്കം വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായോ എന്ന് പഠനം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. പാലക്കാട് മണ്ണാർക്കാട് തെങ്കരയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. പ്രദേശത്താകെ ഭീതി പരത്തിയ പുലിയെ പിടികൂടാൻ ജൂലൈ 7-നാണ് വനം വകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത് കണ്ടെത്തിയത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് പുലിയടങ്ങിയ കൂട് മണ്ണാർക്കാട് DFO ഓഫീസിലേക്ക് എത്തിച്ചു. ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം പുലിയെ വനത്തിലേക്ക് തുറന്നുവിടുമെന്ന് DFO അറിയിച്ചു. തൃശൂർ അതിരപ്പള്ളിയിൽ ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലർച്ചെയോടെ പുലി കുടുങ്ങിയത്. ജോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെ പുലി ആക്രമിച്ചിരുന്നു. പിന്നാലെ 2 ആഴ്ച മുൻപാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഇടുക്കി കുമളി ചോറ്റുപാറ ജനവാസ മേഖലയിൽ കരടി ഇറങ്ങി. പുലർച്ചെ 1 മണിയോടുകൂടി മുത്തയ്യൻ ഉന്നതിയിൽ താമസിക്കുന്ന ആനന്ദിന്റെ വീടിന്റെ മുൻവശത്ത് കരടി എത്തുകയും വളർത്തുന്ന നായയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വീട്ടുകാർ ബഹളം വെച്ചതോടെയാണ് കരടി പിന്മാറിയത്. മലപ്പുറം നിലമ്പൂർ എടക്കര അറന്നാടം പാടത്ത് കാട്ടാനക്കൂട്ടമെത്തി. കോന്നി കുളത്തുമണ്ണിൽ വീടുകൾക്ക് സമീപം കാട്ടാനക്കൂട്ടം വന്നു. കുളത്തുമൺ താമരശ്ശേരിയിൽ ബൈജുവിന്റെയും ബാബുവിന്റെയും വീടിന് സമീപമാണ് കാട്ടാന എത്തിയത്. വന്യമൃഗശല്യം അതിരൂക്ഷമായ വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടോ എന്ന് പഠനം നടത്തി വരികയാണെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. നമുക്ക് വ്യക്തതയുണ്ടാകും. പ്രത്യേകിച്ച് കടുവയുടെ കാര്യത്തിൽ എണ്ണം പെരുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരിയിങ് കപ്പാസിറ്റി അതിനുള്ള ആവശ്യത്തിനുള്ള ഏരിയ സ്ക്വയർ കിലോമീറ്റർ ഇല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കേന്ദ്രമന്ത്രിയുമായി കഴിഞ്ഞ മാസം സംസാരിച്ചു. അവരും പറഞ്ഞു മറ്റ് ടൈഗർ റിസർവുകളിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി വയനാട്ടിലെ 60 കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിംഗ് നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് മലയാളം, ഇടുക്കി.